ഹായ്, എഡുസ്റ്റാക്ക് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ AI ഉപയോഗിക്കാത്ത ബിസിനസ്സുകൾ വളരെ കുറവാണ് അല്ലേ? കണ്ടന്റ് ക്രിയേഷൻ തൊട്ട് കസ്റ്റമർ സപ്പോർട്ട് വരെ എല്ലായിടത്തും ഇപ്പോൾ AI എത്തിയിട്ടുണ്ട്. പക്ഷേ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉള്ളത്, ജെമിനി അല്ലെങ്കിൽ ChatGPTയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ നിന്ന് ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ അങ്ങനെയല്ല ചെയ്യാറ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് AIക്ക് ഒരു റോൾ കൊടുക്കുക എന്നുള്ളതായിരിക്കും. അതിനൊരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ട് ആ ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ AI റെസ്പോൺസ് എടുക്കുക. സോ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ റെസ്പോൺസ് കിട്ടും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ AI സ്റ്റുഡിയോയിലാണ് നമ്മളത് ചെയ്യുന്നത്. സോ ഇതാണ് AI സ്റ്റുഡിയോ. ഇത് ആക്ച്വലി ഗൂഗിളിൻ്റെ AI പ്ലേ ഗ്രൗണ്ട് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമുക്ക് ജെമിനിയുടെ പല മോഡൽസും അവൈലബിൾ ആണ്. സോ ഇതിൽ ഏത് മോഡലാണോ ബെറ്റർ എന്ന് നോക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ചില മോഡൽസ് പെയ്ഡ് ആണ്, ചിലത് ഫ്രീയുമാണ്. ഇതിൽ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ AIക്ക് നമുക്ക് സിസ്റ്റം റോൾസ് കൊടുക്കാൻ പറ്റും. അതായത് സിസ്റ്റം റോൾ എന്ന് പറയുമ്പോൾ AIക്ക് ഒരു മാസ്റ്ററിങ് പ്രോംപ്റ്റ് ആണ്. അതായത് AI എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഏത് രീതിയിൽ സംസാരിക്കണം, എത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാവണം, ഇതെല്ലാം നമ്മളൊരു ഹയർ ലെവലിൽ നിന്നിട്ട് AIക്ക് കൊടുക്കണേ. ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു കോഫി ഷോപ്പിന് ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷൻ, അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുവാണ്, നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഞാൻ റൺ ചെയ്ത് നോക്കുവാണ്. ഇപ്പോൾ കണ്ടില്ലേ, വന്നിരിക്കുന്ന ആൻസർ ഭയങ്കരമായിട്ട് ജനറിക് ആയിട്ടുള്ള ആൻസറാണ്. ഇതായിരിക്കും നമ്മൾ നോർമലി ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മൾ ജെമിനിയിൽ കൊടുക്കുന്ന സമയത്തോ ChatGPT കൊടുക്കുമ്പോഴോ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും അധികവും കിട്ടാറ്. ഇനി നമുക്കിതിൽ സിസ്റ്റം റോൾ അപ്ഡേറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ വന്നിട്ട് സിസ്റ്റം റോൾ സെലക്ട് ചെയ്ത് ഇതിനിപ്പോൾ ഒരു നെയിം കൊടുക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പോവുകയാണേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യുവാണ് ഈ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട്. കണ്ടോ ഡിഫറൻസ്? അപ്പോൾ ആക്ച്വലി ആ സിസ്റ്റം റോൾ അവിടെ കൊടുത്ത സമയത്ത് AIക്ക് നമ്മൾ പറയുമായിരുന്നു എന്താണ് ഇമോജി യൂസ് ചെയ്യണം, CTA യൂസ് ചെയ്യണം, ടോണ് ഫ്രണ്ട്ലി ആക്കണം, സോ ഷോർട്ടായിട്ട് കൊടുക്കണം. സോ AIക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം എങ്ങനെയാണ് ആ ഒരു കണ്ടന്റ് വരേണ്ടതെന്ന്. പിന്നെ റോമനൈസ്ഡ് മലയാളം യൂസ് ചെയ്യാണ്ട് നോർമൽ ഇംഗ്ലീഷ് മലയാളം മിക്സ് കൊടുക്കണം. സോ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ട് AI റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്ട്ലി എന്താണ് ആവശ്യം അതിനെ കിട്ടും. സിസ്റ്റം റോൾ വെരി പവർഫുൾ ആണ്. നിങ്ങൾ അതിൻ്റെ അകത്ത് മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫുൾ AI നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ആക്ച്വലി സിസ്റ്റം റോൾ എന്ന് പറയുന്നത് AIയോട് എന്ത് ചെയ്യണം എന്നല്ല പറയാതെ, ആ AI ആരാണെന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഡോക്ടറായിട്ട് സംസാരിക്കണോ, ടീച്ചർ ആവണോ, ലോയർ ആവണോ, ഡിജിറ്റൽ മാർക്കറ്റർ ആവണോ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റം റോളിൽ. സോ ആ സിസ്റ്റത്തിൻ്റെ റോൾ എന്താണെന്ന് കൊടുക്കുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിപ്പോൾ വേറൊരു പ്രോംപ്റ്റാണ്. ഓക്കെ, അതായത് ഒരു സീനിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രോംപ്റ്റാണ്. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ കൊടുക്കുക. സോ ഈ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിഫറൻസ് ഉണ്ട്. നോർമലി നമ്മൾ ജെമിനിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇൻക്ലൂഡായിട്ട് കുറച്ചുകൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കും നമ്മുടെ റെസ്പോൺസ് കിട്ടാറ്. പിന്നെ പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ടെമ്പറേച്ചർ. ആക്ച്വലി ടെമ്പറേച്ചർ കുറയ്ക്കും തോറും ആൻസർ അക്യുറേറ്റ് ആവും, പക്ഷേ ക്രിയേറ്റിവിറ്റി കുറയും AIക്ക്. സോ അതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ കയ്യിലുള്ള ആൻസേഴ്സ് നോക്കിയിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും അവിടെ കൊടുക്കാറ്. അത് കൂട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും AI തരാറ്. ക്രിയേറ്റീവ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഈ ടെമ്പറേച്ചർ കൂട്ടാൻ നമുക്ക് ഏറ്റവും അധികം യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റോറി റൈറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ പോലുള്ള ടാസ്കുകൾക്ക് നമുക്ക് ഈ ടെമ്പറേച്ചർ കൂട്ടി വയ്ക്കാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരേ പ്രോംപ്റ്റിന് ഡിഫറെൻറ്റ് ആൻസേഴ്സ്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള ആൻസേഴ്സ് നമുക്ക് ഈ സിസ്റ്റം പ്രോംപ്റ്റ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെമ്പറേച്ചറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് സേഫ്റ്റി സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര ലെങ്ത് വേണോ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഔട്ട്പുട്ടിന്. സോ നമ്മളിപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു മാജിക് അല്ല.
ലൈക്ക് അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട്സും കിട്ടും. സോ നമ്മുടെ ഇൻപുട്ട് പ്രോംപ്റ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വീക്ക് ആവും തോറും അതിൻ്റെ ഔട്ട്പുട്ടും ആവറേജ് ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കാലത്ത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു സ്കില്ലായിട്ട് വരുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് AI പഠിക്കുന്നത് ഇനി ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മുടെ കരിയറിനായാലും ബിസിനസ്സിനായാലും ഇന്നത്തെ കാലത്ത് AI ഒരു മസ്റ്റായിട്ടുള്ളൊരു സ്കില്ലായി മാറിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് കണ്ടൻസ് നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.